രാജ്ഭവൻ എന്ന് പറയുന്നത് RSSൻ്റെ ഓഫീസല്ല. ഒരു ഗവർണർമാരും ഭരണഘടനയെ പറയുന്നതിനപ്പുറമായിട്ട് ഒരു അധികാരം ഏറ്റെടുക്കില്ല. രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിൽ വെടിവെക്കുന്നവരാണ് ഈ RSSകാർ. നമ്മുടെ നിലപാട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒരു പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടായിട്ടില്ല. ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. കാരണം രാജ്ഭവൻ എന്ന് പറയുന്നത് RSSൻ്റെ ഓഫീസല്ല, BJPയുടെ ഓഫീസല്ല. അദ്ദേഹത്തിന് ഒരു വനിത ഒരു കാവിക്കൊടി വച്ചുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് ഭാരതാംബ എന്ന്. അദ്ദേഹത്തിന് ആരും കൊടുത്ത് ഈ അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി? അദ്ദേഹത്തിന് അധികാരമൊന്നും കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്, ഈ ഗവർണർമാരുടെ ഇടപെടലും അധികാര ഉപയോഗമൊക്കെ വളരെ കൂടി വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില താക്കീത് കൊടുത്തിട്ടുണ്ട്, ചില ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഗവർണറുടെ അധികാരം എന്ന് പറയും. ഒരു ഗവർണർമാരും ഭരണഘടനയെ പറയുന്നതിനപ്പുറമായിട്ട് ഒരു അധികാരം ഏറ്റെടുക്കണ്ട. ഒരു ഭരണഘടനയും പറയുന്നില്ല ഭാരതാംബയുടെ പടം വയ്ക്കണമെന്നുള്ളവർ. അവിടെ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ പടമോ വച്ചെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രപിതാവിൻ്റെ പടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിൽ വെടിവെക്കുന്നവരാണ് ഈ RSSകാർ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് അവരത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭരണഘടനയിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഒരു ഗവർണർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊന്നും ജനാധിപത്യ സംവിധാനത്തിൽ വില പോകുന്ന പ്രശ്നമേ ഇല്ല. അത് മുഖ്യമന്ത്രി പറയും. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ ശരിയില്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പിന്നെ സംസ്കാരത്തിൻ്റെയും മര്യാദയുടെയും പിന്നെ വിഷയമാണ്. അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളവർ ആർക്കാണ് അറിഞ്ഞൂടാത്തത്? ഞാൻ എൻ്റെ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കാർൽ മാർക്സിൻ്റെ എംഗൽസിൻ്റെ ലെനിൻ്റെയും പടമെല്ലാം കൊണ്ടുവച്ച് ഹാരമിട്ട് നിലവിളക്കം കൊടുത്തു വെച്ചിട്ട് എല്ലാ ദിവസവും എൻ്റെ ജീവനക്കാർ വന്ന് അതിൽ തൊഴുതിറ്റകത്ത് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? നടക്കുന്ന കാര്യമില്ല. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ഭാരതാംബ എന്ന് ഈ ബഹുമാനപ്പെട്ട ഗവർണർക്ക് എന്ത് അധികാരം ഇത് പറയാൻ വേണ്ടി? ഇന്ത്യ രാജ്യത്തിൻ്റെ അതിരുകൾ പറയാനുള്ള അധികാരം ബഹുമാനപ്പെട്ട ഗവർണർക്കുണ്ടോ? ഇതൊക്കെ പിന്നെ മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷയോടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യ ബഹുമാനമാണുള്ളത്. ഇത് മാത്രമല്ല, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം തികച്ചും അപലനീയമാണ്. അത് പ്രതിഷേധാർഹമാണ്. ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നതോ താഴ്ന്നതോ അല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ എല്ലാ ഭാഷയോടും നല്ല ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത്. അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രധാന ഉപാധികളാണ് ഭാഷകൾ. എല്ലാ ഭാഷകൾക്കും അങ്ങനെ അറിവും എല്ലാം പരസ്പരം കൈമാറുന്നതിന് വേണ്ടി കഴിയും. ഇതെല്ലാം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഇതും ഭരണഘടനാ ലംഘനമല്ലേ? ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട് ഏത് ഭാഷ സംസാരിക്കാൻ, ഏത് പിന്നെ ഭക്ഷണം കഴിക്കുവാൻ, മാന്യമായ വസ്ത്രം ധരിക്കുവാനൊക്കെ ഉള്ള വ്യക്തിപരമായ അവകാശം ഉണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു പിന്നെ ഒരു ഭാഷ സംസാരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രാജ്യത്താകെ ഒരു പിന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും രാജ്യത്താകെ പിന്നെ ഒരു മതേതരത്വ വിരുദ്ധ നിലപാട് ഉണ്ടാക്കുവാനും പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുവാനുള്ള പരിശ്രമമാണ് കേന്ദ്ര ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരള ഗവൺമെൻറ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്.